ഇന്ത്യയുടെ പക്കൽ P-8I നെപ്റ്റ്യൂൺ എന്ന ഒരു അതിനവീന സബ്മറൈൻ ഹണ്ടിംഗ് വിമാനമുണ്ട്. ഈ വിമാനം പല തവണ നമ്മൾ പാകിസ്ഥാനെതിരെ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ അടുത്തിടെ റിലീസായ ഒരു വീഡിയോ അനുസരിച്ച് പാകിസ്ഥാൻ നാവികസേന ഈ P-8I എയർക്രാഫ്റ്റിനെ ഇന്റർസെപ്റ്റ് ചെയ്തതായി ഒരു വാദമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഇമ്പോർട്ടൻ്റായ ഈ ഒരു പ്ലാറ്റ്ഫോം ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് ശരിക്കും പാകിസ്ഥാൻ ഇന്റർസെപ്റ്റ് ചെയ്തോ? അങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് കാരണം നമുക്കുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാം? ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യത്തെ കാര്യം, ഈ എയർക്രാഫ്റ്റിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നമ്മൾ അറിയണം. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുൻപ് സംസാരിച്ചതാണ്, അതുകൊണ്ട് വളരെ ഡീപ്പായി ഇതിനുള്ളിലേക്ക് പോകുന്നില്ല. ചെറിയ ഇൻഫർമേഷൻസ് മാത്രം പറയാം. ഈ P-8I എന്ന വിമാനത്തിൽ നിരവധി സെൻസേഴ്സ് ഉണ്ട്. ഈ സെൻസേഴ്സിന്റെ എല്ലാം ഉദ്ദേശം കടൽ പ്രദേശത്ത് ഏകദേശം 400 കിലോമീറ്ററിൽ ഏതൊരു സർഫേസ് വെസൽ ഉണ്ടെങ്കിലും ഈ എയർക്രാഫ്റ്റിനെ കൊണ്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതും അണ്ടർ ദ സർഫേസിലുള്ള അന്തർവാഹിനികളെ ട്രാക്ക് ചെയ്യുന്ന കണ്ടെത്താനുമുള്ള സാങ്കേതികവിദ്യയും ഇതിലുണ്ട്. ഉദാഹരണം പറയണമെങ്കിൽ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. കൂടാതെ ഈ P-8I നെപ്റ്റ്യൂൺ എന്ന ഈ വിമാനത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത അല്ലെങ്കിൽ ഹൈലൈറ്റ്, ഈ വലിയ വലിയ ന്യൂക്ലിയർ സബ്മറൈൻസ് അല്ലെങ്കിൽ അറ്റാക്ക് സബ്മറൈൻസ് കാരണം ഉണ്ടാകുന്ന കാന്തിക ശക്തിയിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ എയർക്രാഫ്റ്റിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം റീഡർ രജിസ്റ്റർ ചെയ്യും. ഇതുവഴി ഈ ഒരു എയർക്രാഫ്റ്റ് വെള്ളത്തിന് മുകളിൽ പറന്നുകൊണ്ട് തന്നെ വെള്ളത്തിന് അടിയിലുള്ള അന്തർവാഹിനികളുടെ ലൊക്കേഷൻസ് ഏകദേശമൊക്കെ ഡിറ്റക്ട് ചെയ്യും. ഒരു പരിധിവരെയും കണ്ടെത്തിയാൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ ആ ഒരു ലൊക്കേഷനിലേക്ക് ആ ഒരു റേഡിയസിൽ സോണാർ ബോയ്സ് അയക്കും. അതായത് ഈ വിമാനം ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സോണാർ ബോയ്സിനെ കടലിനടിയിലേക്ക് ഇടും. അങ്ങനെ ഈ സോണാർ ബോയ്സ് വെള്ളത്തിന് അടിയിൽ ഈ അന്തർവാഹിനി എവിടെയാണ് ഉള്ളതെന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുകയും അതിന്റെ കൃത്യം ലൊക്കേഷൻ ഈ വിമാനത്തിലേക്ക് തിരിച്ചയക്കും. ആ ലൊക്കേഷൻ മനസ്സിലാക്കിയതിനു ശേഷം ഈ വിമാനം ആ സബ്മറൈനുള്ള ലൊക്കേഷൻ സർഫസ് വാർഷിപ്പിലേക്ക് അയക്കും. അല്ലെങ്കിൽ ഈ വിമാനത്തിൽ തന്നെയുള്ള 4 ഹാർപൂൺ മിസൈൽസ് അയച്ച് ഈ സബ്മറൈനെ ഇത് തന്നെ വേട്ടയാടും. 4 ഹാർപൂൺ മിസൈൽസിൽ നിന്നും രക്ഷപ്പെട്ടാൽ പോലും ഈ വിമാനത്തിൽ ഇനി 5 ടോർപിഡോസ് ഉണ്ടാകും. ഈ 5 ടോർപിഡോസിനെയും വെള്ളത്തിനടിയിലേക്ക് അയക്കും. ഇവ പോയി എങ്ങനെയെങ്കിലും അന്തർവാഹിനിയെ വേട്ടയാടി നശിപ്പിക്കും. ഈ P-8I നെപ്റ്റ്യൂൺ എന്ന വിമാനം ചൈനീസ് തീരപ്രദേശങ്ങളിലുള്ള അന്തർവാഹിനികളെ ഹണ്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ അമേരിക്കയുമായി ഒരു ഡീലിലൂടെ ഇത് വാങ്ങിയത്. അപ്പോൾ ചൈനീസ് തീരപ്രദേശത്തുള്ള അന്തർവാഹിനികളെ ഇത് ഹണ്ട് ചെയ്യുമെന്നുള്ളപ്പോൾ പാകിസ്ഥാനൊന്നും വലിയ കാര്യമേ അല്ല. ഒറ്റ സമയത്ത് ഇന്ത്യൻ നാവികസേനയുടെ ഒരു P-8I വിമാനം പാകിസ്ഥാൻ വ്യോമസേനയിലെ മുഴുവൻ നേവിയെയും ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അത്രത്തോളം ക്യാപ്പബിലിറ്റി ഉണ്ട്. മൊത്തമായും ഇന്ത്യയുടെ പക്കൽ 12 P-8I നെപ്റ്റ്യൂൺസ് ഉണ്ട്. ഇവയെല്ലാം നമ്മൾ അമേരിക്കയിൽ നിന്നും ലീസിന് വാങ്ങി ഓപ്പറേറ്റ് ചെയ്യുകയാണ്. IOR ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ വളരെ വലുതാണ്. ഇത്രയും വലിയൊരു മേഖലയെ കവർ ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയാണ് നമ്മൾ ഈ 12 വിമാനങ്ങളെ ഇൻഡക്ട് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ പാകിസ്ഥാനെ മാത്രം കവർ ചെയ്യുന്നതിന് നമുക്ക് ഈ 12 വിമാനങ്ങൾ ആവശ്യമേ ഇല്ല. പരമാവധി ഒരു 3 വിമാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം മതി. ഇപ്പോൾ ഈ സംഭവിച്ച കാര്യത്തിലേക്ക് വരാം. അവസാനത്തെ ഒരു 2 ദിവസത്തിന് മുൻപ് P-8I പൊസൈഡൻസ് പാകിസ്ഥാന്റെ കറാച്ചി തുറമുഖത്തെയും പാകിസ്ഥാന് ചുറ്റുമുള്ള ആ വാട്ടേഴ്സിൽ ഈ പാകിസ്ഥാൻ നാവികസേനയുടെ നീക്കം നിരീക്ഷിക്കുകയായിരുന്നു. അവിടെയുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുമ്പോൾ P-8I പൊസൈഡൻസ് അതിന്റെ ട്രാൻസ്പോണ്ടർ ഓൺ ചെയ്താണ് പോയത്. ട്രാൻസ്പോണ്ടർ എന്നത് എല്ലാ സിവിൽ ഏവിയേഷനിലുള്ള വിമാനങ്ങളിലും ഘടിപ്പിച്ചിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഈ ഡിവൈസിന്റെ ഉദ്ദേശം വിമാനത്തിന്റെ കൃത്യമായ സ്ഥാനം, ഉയരം, അതിന്റെ വേഗത ഇവയെല്ലാം കണ്ടിന്യൂസ് ആയി ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഓരോ രാജ്യത്തിലെയും എയർ ട്രാഫിക് കൺട്രോളർക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. കൂടാതെ നിങ്ങളോ ഞാനോ നമ്മളെപ്പോലുള്ള സിവിലിയൻസിന് പോലും ഫ്ലൈറ്റ് 24 റഡാർ ഇത് ഒരു ഓൺലൈൻ സൈറ്റ് ആണ്. ഇങ്ങനെ ഒരു ഓൺലൈൻ സൈറ്റ് ഉപയോഗിച്ച് ട്രാൻസ്പോണ്ടർ ഓൺ ചെയ്ത് പറന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിമാനങ്ങളെയും ട്രാക്ക് ചെയ്യാൻ കഴിയും. ആ ട്രാക്കിംഗ് ഡീറ്റെയിൽസിൽ അത് ഏത് ടൈപ്പ് ഓഫ് വിമാനം, ഇത് എവിടെ നിന്നും എവിടേക്കാണ് പോകുന്നത്, ഈ വിമാനത്തിന്റെ ഓണർ ആരാണ്, അതായത് ഇപ്പോൾ ഇന്ത്യയുടേതാണെങ്കിൽ ഇന്ത്യൻ എയർവേസ്, ഖത്തറുടേതാണെങ്കിൽ അത്, ഇങ്ങനെയൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാകും. കൂടാതെ ഈ ഒരു വിമാനത്തിന്റെ ഉയരം എത്രയാണ്, വേഗത എത്ര, കൃത്യമായി എല്ലാം കാണിക്കുകയും ചെയ്യും. അത്രത്തോളം കൃത്യത ഈ ഒരു ട്രാൻസ്പോണ്ടർ വഴി, കൂടാതെ ഈ ട്രാൻസ്പോണ്ടർ ഓൺ ചെയ്യുന്നത് വഴി ജനങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി ഇന്ത്യൻ നേവിയുടെ P-8I നെപ്റ്റ്യൂൺ എന്ന വിമാനം നിരീക്ഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്യാതെയാണ് പ്രവർത്തിച്ചത്. അതായത് നമ്മൾ ഈ ലോകത്തിന് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങൾ ഇവിടെ നിരീക്ഷണം നടത്തുകയാണ് എന്ന്. അപ്പോൾ ഈ ഫ്ലൈറ്റ് റഡാറിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലൈറ്റ് ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ നാവികസേന ഈ ഒരു വിമാനത്തെ ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നത് എത്രത്തോളം തമാശയാണെന്ന് ഞാൻ പറഞ്ഞറിയേണ്ട ആവശ്യമില്ലല്ലോ. അതുമാത്രമല്ല, പാകിസ്ഥാൻ നാവികസേന അവരുടെ പ്രൊമോഷണൽ വീഡിയോസിൽ പോലും
ഫ്ലൈറ്റ് 24 റഡാറിന്റെ ട്രയൽ വേർഷൻസ് യൂസ് ചെയ്യുന്നു. ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ആ മുഴുവൻ നേവി പോലും ഒരു സോഫ്റ്റ്വെയറിന്റെ പെയ്ഡ് വേർഷൻസ് പോലും വാങ്ങാൻ കഴിയാതെ ട്രയൽ വേർഷൻസ് ഉപയോഗിച്ച് അവരുടെ കടലിന് ചുറ്റുമുള്ള പ്രവർത്തനങ്ങളെയൊക്കെ ട്രാക്ക് ചെയ്യുകയാണ്. അതായത് പൊതുജനം ഉപയോഗിക്കുന്ന ഒരു ട്രയൽ സോഫ്റ്റ്വെയർ ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു രാജ്യം P8I നെപ്റ്റ്യൂൺ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നത് വളരെ അത്ഭുതം നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. ശരി, ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയാം. ഈ ഒരു വിമാനം ടേക്ക് ഓഫിൽ നിന്നും അതിന്റെ മിഷൻ അവസാനിപ്പിച്ച് റിട്ടേൺ വരുന്നത് വരെയും ട്രാൻസ്പോണ്ടർ ഓൺ തന്നെയായിരുന്നു. അപ്പോൾ പൊതുജനങ്ങൾ എല്ലാവരും ഈ വിമാനത്തിന്റെ ലൊക്കേഷൻ ലൈവായി തന്നെ ട്രാക്ക് ചെയ്യാനും സാധിച്ചു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ നാവികസേനയും ഇത് ട്രാക്ക് ചെയ്യുന്നു. അതൊരു വലിയ കാര്യമേ അല്ല. ആർക്ക് വേണമെങ്കിലും ഇന്റർനെറ്റിൽ ചെന്ന് ഫ്ലൈറ്റ് റഡാർ 24 ഉപയോഗിച്ച് ഈ വിമാനത്തിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ സാധിക്കും. കൂടാതെ ഈ വിമാനത്തിന്റെ പ്രവർത്തനങ്ങൾ സംഭവിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലാണ് സംഭവിച്ചിരിക്കുന്നത്. എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ പാകിസ്ഥാൻ ടെറിട്ടറി അല്ല. ആ ടെറിട്ടോറിയൽ വാട്ടേഴ്സിനുള്ളിൽ മാത്രം നമുക്ക് പോകാൻ കഴിയില്ല. എന്നാൽ ഈ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ നമ്മെ കൊണ്ട് പറക്കാൻ സാധിക്കും. കൂടാതെ നമ്മുടെ വാർഷിപ്പിനെയും അവിടെ കൊണ്ടുപോയി നിർത്താൻ സാധിക്കും. പാകിസ്ഥാന് നിയമപരമായി ഇതിനെതിരെ യാതൊരു ആക്രമണങ്ങളും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഡിക്ലറേഷൻ ഓഫ് വാറായി മാറും. അപ്പോൾ പാകിസ്ഥാൻ നാവികസേനയ്ക്ക് ഇവിടെ ഒന്നും ചെയ്യാനും സാധിക്കില്ല. ഇപ്പൊ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകുമെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ നിന്നും ഏകദേശം 300 കിലോമീറ്റർ അകത്ത് കറാച്ചി വരെയും ഞാൻ നിരീക്ഷിക്കാൻ പോവുകയാണ്. പിന്നെ നിങ്ങളുടെ ഈ വാർഷിപ്പ്, നിങ്ങളുടെ അന്തർവാഹിനികൾ ഇവയെല്ലാം എവിടെയുണ്ട് എന്നുള്ളതും ഞാൻ നോക്കാൻ പോവുകയാണ്. നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ നമ്മൾ പറയാതെ പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഇത് പാകിസ്ഥാൻ ഇന്റർസെപ്റ്റ് ചെയ്തതായും ആ വീഡിയോ റിലീസ് ചെയ്തതായും ഒരുപാട് കഥകൾ ട്വിറ്ററിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. സത്യത്തിൽ ഈ വിമാനം എല്ലാവരോടും പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ പറഞ്ഞത്. കൂടാതെ ലോ ആൾട്ടിറ്റ്യൂഡിൽ പറക്കുമെന്ന കാരണത്താലും ഇതിന് ആർക്ക് വേണമെങ്കിലും റെക്കോർഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതിന്റെ ഒരു റെക്കോർഡ് വീഡിയോ റിലീസ് ചെയ്തിട്ട് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നൊക്കെ. യഥാർത്ഥത്തിൽ പ്രോപ്പർ ഇന്റർസെപ്ഷൻസ് എങ്ങനെ സംഭവിക്കും എന്നറിയണ്ടേ? അതിന് നിരവധി SOPs ഉണ്ട്. ഇപ്പൊ ഈ സാഹചര്യത്തിലുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്താണെന്ന് നമുക്കറിയാം. ഒരു വിമാനം പാകിസ്ഥാന്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിനകത്തേക്ക് വരുന്നു. അങ്ങനെ അകത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളെല്ലാം സ്ക്രാമ്പിൾ ചെയ്യപ്പെടും. ഈ സ്ക്രാമ്പിൾ ചെയ്ത യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന്റെ ടെറിട്ടറിക്കുള്ളിൽ വരുന്നതിന് മുൻപ് തന്നെ ഈ വിമാനത്തെ ആകാശത്തിന് നടുവിൽ വെച്ച് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യണം. ഇന്റർസെപ്റ്റ് ചെയ്തതിന് ശേഷം ഈ വിമാനത്തിന്റെ കൂടെ തന്നെ അവർ പറക്കും. ഇപ്പോൾ അത് ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ ഉള്ളത് വരെയും അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഏതൊരു ഓർഡേഴ്സ് നൽകാനും കഴിയില്ല. അങ്ങനെ ഒരു ഘട്ടത്തിന് ശേഷം ആ വിമാനം അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിനുള്ളിലേക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വിമാനവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനെ അവരുടെ ടെറിട്ടറിക്കുള്ളിൽ ലാൻഡ് ചെയ്യാനായി ആവശ്യപ്പെടും. അങ്ങനെ ആ വിമാനം ഇനി റെസ്പോണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ വിമാനത്തെ വെടിവെച്ച് വീഴ്ത്താനായി പാകിസ്ഥാൻ നാവികസേനയ്ക്ക് പൂർണ്ണ അവകാശമുണ്ട്. ഇതാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതനുസരിച്ചാണ് കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് മുൻപ് പാകിസ്ഥാന്റെ അറ്റ്ലാന്റ വിമാനത്തെ നമ്മൾ വെടിവെച്ച് വീഴ്ത്തിയത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ ഇന്റർനാഷണൽ നിയമം അനുസരിച്ച് അവരുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ എയർക്രാഫ്റ്റിന്റെ പവർഫുള്ളായ റഡാർസ് ഉപയോഗിച്ച് 400 കിലോമീറ്ററിനപ്പുറമുള്ള കാര്യങ്ങളെ പോലും നമ്മൾ നിരീക്ഷിച്ചറിയുന്നു എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. എന്നാൽ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. കൂടിപ്പോയാൽ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഈ എയർക്രാഫ്റ്റിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അവരുടെ ഫൈറ്റർ ജെറ്റ്സിനെ പറപ്പിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഫോഴ്സ്ഫുള്ളായി ഈ എയർക്രാഫ്റ്റിനെ അവിടെ നിന്നും സ്ഥലം മാറ്റുക എന്നുള്ളത് മാത്രമാണ്. ഫോഴ്സ് എന്ന കാര്യം വരുമ്പോൾ അവർക്ക് അവിടെ മിസൈൽസോ ഗൺസോ ഉപയോഗിക്കാനും പാടില്ല. പകരം ഈ എയർക്രാഫ്റ്റിന് അടുത്ത് ചെന്ന് അതിനെ ഇടിക്കുന്നത് പോലെയൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൗത്ത് ചൈന സീയിൽ കാണാൻ സാധിക്കും. ചൈനീസ് എയർക്രാഫ്റ്റ്സ് ഓസ്ട്രേലിയൻ നേവിയുടെ എയർക്രാഫ്റ്റ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ റഷ്യൻസ് അമേരിക്കൻസ് അസെറ്റ്സിനെ ഇന്റർനാഷണൽ എയർ സ്പേസിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതും നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അവരുടെ എയർക്രാഫ്റ്റ്സിന് അടുത്തേക്ക് വരും, എന്നിട്ട് ഒരു ത്രെട്ടൺ ചെയ്യുന്നത് പോലുള്ള ഒരു പൊസിഷൻ നിൽക്കും, ഇടിക്കുന്നത് പോലെയൊക്കെ കാണിക്കും. പക്ഷെ അവരെ കൊണ്ട് തിരിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഷൂട്ട് ചെയ്യാനൊന്നും കഴിയില്ല. കാരണം ഇന്റർനാഷണൽ ലോ അതൊരിക്കലും അംഗീകരിക്കില്ല. അപ്പോൾ അവർക്ക് പ്രൊവോക്ക് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ അവസാനം അമേരിക്കൻ സ്ക്രൂ ചെയ്യുന്നത്, ശരി ഇവിടെ ഇനി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സുരക്ഷയ്ക്ക് പ്രശ്നമാകും, ഒരു പക്ഷെ അറിയാതെ വന്ന് ഇടിക്കുകയാണെങ്കിൽ വിമാനത്തോടൊപ്പം നമ്മൾ മരിക്കേണ്ടി വരും എന്ന് ചിന്തിച്ച് അവർ ആ മിഷൻ അവസാനിപ്പിച്ച് തിരികെ പോകും. ഇങ്ങനെയാണ് ഇന്റർനാഷണൽ വാട്ടേഴ്സിന് മുകളിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്കൊണ്ട് ഡിസ്ട്രാക്ട് ചെയ്ത് അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കാതെ തടയാനും സാധിക്കും. ഇപ്പോൾ ഇതേ കാര്യം ഡ്രോൺ ആണെങ്കിൽ റഷ്യക്കാർ അതിനൊരു മികച്ച തന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. ഫ്യൂവൽ ഡംപ് ചെയ്യും. അപ്പോൾ ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്താൻ എന്തായാലും സാധിക്കില്ല. ഇതിനകം പറഞ്ഞതുപോലെ അത് ഇന്റർനാഷണൽ എയർ സ്പേസിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്റർനാഷണൽ വാട്ടേഴ്സിന് മുകളിൽ പറന്നുകൊണ്ടിരിക്കുന്നു. അതിന് പകരം ചെയ്യുന്നത് ആ ഡ്രോണിന് മുകളിൽ ഫ്യൂവൽ ഡംപ് ചെയ്ത്
ആ ഡ്രോണിനെ ക്രാഷ് ചെയ്യിപ്പിക്കും. ഇങ്ങനെയുള്ള ചില തന്ത്രങ്ങൾ പ്രയോഗിക്കും, അല്ലെങ്കിൽ അവിടെ അവരുടെ ഡോമിനൻസ് കാണിക്കും. അതായത് നിങ്ങൾ ഞങ്ങളെ ട്രാക്ക് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ വിമാനത്തെയും എന്നെ കൊണ്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കും, ട്രാക്ക് ചെയ്യുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ വിമാനത്തെ അസറ്റ്സിന് എന്നെ കൊണ്ട് വെടിവെച്ച് വീഴ്ത്താൻ കഴിയുമെന്ന് കാണിക്കാനായി അഗ്രസീവായി ചില കാര്യങ്ങൾ കാണിക്കും. ഇതൊക്കെയാണ് അപ്പോൾ സാഹചര്യം. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പാകിസ്ഥാൻസും കറാച്ചിയിൽ F-16 നിർത്തിവെച്ചിരിക്കുകയാണല്ലോ. ആ F-16 ഉപയോഗിച്ച് P-8I നെപ്റ്റ്യൂണിന് തൊട്ടടുത്ത് 2 വശത്തും പറക്കുകയാണെങ്കിൽ അത് ഒരു ഗുണനിലവാരമുള്ള സംഭവം അവർ ചെയ്തു എന്ന് പറയാം. പക്ഷെ പകരം സർവൈലൻസ് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് ആ എയർക്രാഫ്റ്റ് ലോ ആൾട്ടിറ്റ്യൂഡിൽ പറന്നുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കുകയും അതും Flight 24 റഡാർ ഉപയോഗിച്ച് അതിന്റെ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം പുറത്തുവിടുന്നതൊക്കെ സൈന്യം ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല. ഇതൊക്കെ സാധാരണ സിവിലിയൻസിനെ കൊണ്ടുപോലും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അവരുടെ പ്രൊപ്പഗണ്ടയൊക്കെ നമുക്ക് വളരെ തമാശയായി മാത്രമേ തോന്നുകയുള്ളൂ. ഇതൊക്കെ ശരിക്കും പരിഹാസ്യകരമാണ്. P-8I എന്ന ഈ ഒരു എയർക്രാഫ്റ്റിന് സർവൈലൻസ് ക്യാപ്പബിലിറ്റി മാത്രം അല്ല ഉള്ളത്. ഇതിനെ കൊണ്ട് മിസൈൽസിനെയും ടോർപിഡോസിനെയും ലോഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു എയർക്രാഫ്റ്റ് പോലും അവർക്ക് വലിയൊരു ഭീഷണിയാണ്. വെറും ഡിറ്റക്ഷൻ മാത്രമല്ല, ഡെസ്ട്രോയ് ചെയ്യാനും ഇതിനെ കൊണ്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായും ഇത് അവർക്കൊരു ഭീഷണി തന്നെയാണ്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.